മതഭ്രാന്ത് തലയ്ക്കു പിടിച്ച ഒരു കൂട്ടം പുരോഗമനവാദികളുടെ മോങ്ങൽ കാണുമ്പോൾ പുച്ഛിച്ച് തള്ളാനാണ് തോന്നുന്നത്. സത്യത്തിൽ ഈ ഇരവാദം ഇറക്കും മുൻപേ ഇവർ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ 80% വരുന്ന ഹിന്ദു ജനതയുടെ സഹിഷ്ണുതയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനതയ്ക്കില്ലാത്ത എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്നവർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനത അല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന കാര്യം? ഒരു വശത്ത് തീവ്രവാദത്തെയും തീവ്രവാദികളെയും വെള്ളപൂശും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതിനെ പോലും ന്യായീകരിക്കും. ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അനങ്ങില്ല. വിദേശത്തുള്ള മതഭ്രാന്തന്മാർ ചത്താൽ ഇവിടെ മോങ്ങലും ബഹളവുമാണ്. ഇതൊക്കെ മനസ്സിലാകാതിരിക്കാൻ ഇന്ത്യക്കാർ പൊട്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട നേതാവായതിനാൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടപ്പോൾ ആ നേതാവ് ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം മറന്നുകൊണ്ട് തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങും. ഇത്തരത്തിൽ ഇരവാദവും മോങ്ങലും നടത്തുന്നവർക്കെതിരെ ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് FB പോസ്റ്റിൽ പറയുന്നു, ഇന്ത്യക്കാർക്ക് മതഭ്രാന്ത് കൂടുന്നുവെന്ന്. അങ്ങനെ പറയാനുണ്ടായ ചേതോ വികാരം മുംബൈയിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ലോകകപ്പ് മത്സരത്തിനിടയിൽ കാണികൾ വന്ദേ മാതരം ആലപിച്ചതാണ്. പണ്ടൊക്കെ ക്രിക്കറ്റ് വേദികളിൽ സച്ചിൻ സച്ചിൻ വിളികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്ദേ മാതരം, മാ തുജ്ഹേ സലാം ഒക്കെ കാണികൾ ആലപിക്കുന്നത് കണ്ടാണ് സുഹൃത്ത് അങ്ങനെ തോന്നിയത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആവേശമായിരുന്ന നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അത് പാടിയാൽ അത് മതഭ്രാന്താകുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ കാഴ്ചപ്പാടിൽ വന്ദേ മാതരം പാടുന്നത് ഒരു വിഭാഗം മാത്രമാണ്. അപ്പോൾ എഴുതിയ കക്ഷി ആരെ ഉദ്ദേശിച്ചാണ് മതഭ്രാന്ത് എന്ന് പറഞ്ഞതെന്ന് പറയേണ്ടതില്ലല്ലോ. സത്യത്തിൽ ഈ ഇരവാദം ഇറക്കും മുൻപേ ഇവർ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ 80% വരുന്ന ഹിന്ദു ജനതയുടെ സഹിഷ്ണുതയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനതയ്ക്കില്ലാത്ത എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജീവിക്കുന്നവർ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനത ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന കാര്യം? അവരുടെ സഹിഷ്ണുതയാണ് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും എല്ലാം. ഹിന്ദു ജനസംഖ്യ 80% എന്നത് ഒരു 60% തീർന്നു. ആദ്യം പറഞ്ഞതുപോലെ ഭൂരിപക്ഷ ജനതയ്ക്കില്ലാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും പൗരാവകാശത്തിന്റെയും എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു വിഭാഗം ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങളും ഇന്ത്യ വിരുദ്ധതയും ഒക്കെ കാണുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത എല്ലാ ദിവസവും വന്ദേ മാതരം ആലപിക്കേണ്ടി വരും. ഏതെങ്കിലും വിദേശ രാജ്യത്ത് തീവ്രവാദികൾ സാധാരണ മനുഷ്യരെ ഭീകരാക്രമണത്തിലൂടെ കൊല്ലുമ്പോൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവിടെ കൊല്ലുമ്പോഴൊക്കെ ഇവിടെ ഒരു വിഭാഗം ആഹ്ലാദവും ആർപ്പുവിളികളും നടത്തും. തിരിച്ചടി കിട്ടുമ്പോൾ ഇന്ത്യയിൽ തെരുവിലിറങ്ങി ഇരവാദവും മോങ്ങലും നടത്തും. ഇറാനിൽ ചത്ത മതഭ്രാന്തനായ നേതാവ് അവിടുത്തെ സാധാരണക്കാർക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടത്തിയിട്ടുള്ള കൊടും ക്രൂരതകൾ ഇവർക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ അയാളുടെ മതം ഇന്നതായതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഇവിടെ തെരുവിൽ കിടന്ന് മോങ്ങാനാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖൊമേനിയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നതല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ വീഡിയോകളും നമ്മൾ കണ്ടു. ഇറാനിൽ മതഭ്രാന്തനും സ്ത്രീകളെ അടിച്ചമർത്തുന്നവനുമായ ആൾ കൊല്ലപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ഇറാൻ ജനത ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ചു കഴിയുന്ന ഒരു വിഭാഗം തെരുവിലിറങ്ങി കരയുന്നു. ഇതെല്ലാം ഇവിടുത്തെ ഭൂരിപക്ഷ ജനത കാണുന്നില്ലേ എന്നതാണോ നിങ്ങൾ കരുതുന്നത്? ഗാസയിലാണെങ്കിലും അതേപോലെ ഗാർഡനിലാണെങ്കിൽ പോലും സാധാരണക്കാരായ മനുഷ്യരെ അങ്ങോട്ട് കയറി ആക്രമിച്ചു കൊല്ലും. എന്നിട്ട് അതിൻ്റെ ആ പേരിൽ ആഹ്ലാദവും ആർപ്പുവിളികളും നടത്തും. തിരിച്ചു കിട്ടുമ്പോൾ ഇരവാദവും മോങ്ങലും. ഇതല്ലേ കാലാകാലങ്ങളിലായി തന്നെ നിങ്ങൾ ചെയ്യുന്നത്? KK മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എല്ലാ വർഗീയ കലാപങ്ങളുടെയും കാരണം ഏകപക്ഷീയമായ ആക്രമണത്തിന്റെ തിരിച്ചടിയായിരുന്നുവെന്ന്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു വശത്ത് തീവ്രവാദത്തെയും തീവ്രവാദികളെയും വെള്ളപൂശും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതിനെ പോലും ന്യായീകരിക്കും. ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അനങ്ങില്ല. വിദേശത്തുള്ള മതഭ്രാന്തന്മാർ ചത്താൽ ഇവിടെ മോങ്ങലും ബഹളവും. ഇതൊക്കെ മനസ്സിലാകാതിരിക്കാൻ ഇന്ത്യന്മാർ പൊട്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതെല്ലാം കാണുന്ന ഇന്ത്യക്കാർക്ക് അറിയില്ലല്ലോ നാളെ ഇത് തന്നെ ആയിരിക്കും ഇന്ത്യയിലും സംഭവിക്കുക എന്നത്.
സ്വാഭാവികമായി പ്രതിരോധമുണ്ടാകും. അതിന് എങ്ങനെ മോങ്ങിയിട്ടോ ഇരവാദം ഇറക്കിയിട്ടോ കാര്യമില്ല. തിരിച്ചടി കിട്ടുമ്പോൾ ഇവർ വലിയ രീതിയിൽ മതേതരത്വം പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. പൊങ്കാല സമയത്ത് പള്ളി കോമ്പൗണ്ട് തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കി. അത് പുതിയൊരു വാർത്തയൊന്നുമല്ല, പക്ഷെ ഇവിടെ അത് വലിയ പ്രചരണമാക്കി. സത്യത്തിൽ അത് ഇവരുടെ ഗതികേടാണ്. ഇമാതിരി ഉഡായിപ്പ് കൊണ്ടൊന്നും സമൂഹത്തെ പറ്റിക്കാൻ പറ്റില്ല. ജനം ജാഗ്രത പാലിക്കുക തന്നെ ചെയ്യും. വന്ദേ മാതരം ആലപിക്കാൻ പോലും ഇന്ത്യക്കാർ ആരുടെയൊക്കെ അനുവാദം ചോദിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ ജനത എല്ലാം കാണുന്നുണ്ട്. ഗോഡ്രസും ഗാസയും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ഇന്ത്യക്കാർക്കറിയാം. അതിന്റെ പേരിൽ എത്ര മോങ്ങിയിട്ടും കാര്യമില്ല. വിദേശത്തെ മത തീവ്രവാദികൾ ചാകുമ്പോൾ പോലും ഇന്ത്യയിലിരുന്ന് മോങ്ങുന്ന, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന തീവ്രവാദികളെ പോലും ഇന്ത്യയിലിരുന്ന് വെള്ളം പൂശുന്ന, ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്ന ആളുകൾക്ക് ഇന്ത്യക്കാർ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുമ്പോൾ കുരു പൊട്ടുന്നത് സ്വാഭാവികമാണ്. മാറിയിരുന്ന് മോങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വാൽകഷ്ണമായി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യൻ ജനത ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വന്ദേ മാതരം ആലപിക്കുന്ന വീഡിയോ കമന്റിൽ കൊടുക്കുന്നു. കുരു പൊട്ടുന്നവർക്ക് അത് പൊട്ടട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.